ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 6-ാം തീയതി, ഒന്നാമത്തെ വായനാഭാഗം, ആവർത്തന പുസ്തകം 23-ാം അധ്യായം. ഇവിടെ സഭ അതുമല്ലെങ്കിൽ ടെമ്പിൾ അല്ലെങ്കിൽ ചർച്ച്, സഭ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു വേർതിരിക്കപ്പെട്ട സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണ്. അവിടെ ഷണ്ഡനോ ചിഹ്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. കൗലഡേയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10-ാം തലമുറ പോലും പ്രവേശിക്കരുത്. അമ്മോന്യനോ മോവാബിനോ, ലോത്തിൻ്റെ മക്കളുടെ പാരമ്പര്യത്തിലുള്ള അമ്മോൻ്റെ വംശപാരമ്പര്യത്തിലോ മോവാബിൻ്റെ വംശപാരമ്പര്യത്തിലുള്ളവർ ദൈവസഭയിൽ കടക്കരുത്. കാരണം പിന്നെ അവർ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും വഴിയിൽ നിങ്ങളെ വെച്ച് എതിരേൽക്കായി കൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമ്യയിലെ പെഥോരിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബിലിയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതും കൊണ്ട്, ആ ബിലിയാമിൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, ബിലിയാമിനെ ശപിക്കാൻ വേണ്ടി വിളിച്ചതൊക്കെ. അതുകൊണ്ട് അവനെ ദേവാലയത്തിൽ കടക്കാൻ സമ്മതിക്കരുതെന്ന് പറയുകയാണ്. പിന്നെ ഏദോമിനെ വെറുക്കരുത്. ഏദോമിൻ എന്ന് പറയുന്നത് യേശാവിൻ്റെ വംശപാരമ്പര്യത്തിലുള്ളത്. അത് യാക്കോബിൻ്റെ ജ്യേഷ്ഠനാണല്ലോ. അപ്പം വെറുക്കരുത്, അത് നിൻ്റെ സഹോദരനാണ്. മിസ്രൈമിനെ വെറുക്കരുത്, നീ അവൻ്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. 3-ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം. പിന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുകയാണ്. ശത്രുക്കൾക്ക് നേരെ പാളയം ഇറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പം നീ സൂക്ഷിച്ചു കൊള്ളണം. രാത്രിയിൽ സംഭവിച്ച കാര്യത്തിൽ അശുദ്ധനായി തീർന്ന ഒരുത്തൻ നിങ്ങളെ ഉണ്ടായിരുന്നല്ല, അവനെ പാളയത്തിൽ പുറത്തു പോകണം. പാളയത്തിനകത്ത് വരരുത്. സന്ധ്യയാകുമ്പോൾ വെള്ളത്തിൽ കുളിച്ചിട്ട് സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്ത് വരാം. അതാണ്. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. നിങ്ങളുടെ ഇടയിൽ വേശ്യ ഉണ്ടാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. സഹോദരനോട് പലിശ വാങ്ങരുത്. അന്യനോട് പലിശ വാങ്ങാം. അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പിക്കാൻ താമസം വരരുത്. നേരാതിരിക്കുന്നത് പാവമല്ല, പക്ഷെ നേർന്നാൽ നിൻ്റെ നാവിൽ നിന്ന് നേരാമെന്ന് വീണ് കഴിഞ്ഞാൽ അത് നേരാതിരിക്കുന്നത് പാവമായിട്ട് മാറും. കൂട്ടുകാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ നിനക്കതിൻ്റെ പഴം പറിച്ച് തിന്നാം, പക്ഷേ പാത്രത്തിലും ചാക്കിലും ഒന്നും കൂട്ടിക്കൊണ്ട് പോകരുത്. പറിച്ച് ആഹാരം കഴിക്കാം, അങ്ങനെ കഴിക്കാനുള്ളത് കഴിക്കാം. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കൂട്ടുകാരൻ്റെ ഭൂമിയുടെ അടുത്തോട്ട് പോകുമ്പം കതിര് പറിച്ച് തിന്നാം, പക്ഷേ അരിവാൾ വെച്ച് കതിര് ചെത്തി കൊണ്ടുപോകരുത്. അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. അപ്പോൾ ഇങ്ങനെ ചെല്ലാനിരിക്കുന്ന ദേശത്ത് ഇവരനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വീണ്ടും 23-ാം അധ്യായത്തിലും മോശെ ഇവരോട് സംസാരിക്കുകയാണ്. 2-ാമത്തെ വായനാഭാഗം, ഉത്തമഗീതം, 3-ാം അധ്യായം. അവിടെയും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ, രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ട് എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എൻ്റെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നവരെ അവന് വിട്ടില്ല. അങ്ങനെ ആ പ്രിയ കാണിക്കുന്ന വാത്സല്യം, ഈ പ്രിയൻ എവിടെ പോയതാണെന്നുള്ളത് അറിയില്ല. പക്ഷേ പ്രിയയ്ക്ക് അത്ര നേരം കാണാതിരിക്കാൻ കഴിയാത്ത വിധം ആ പ്രിയനും പ്രിയയും തമ്മിലുള്ള ബന്ധം അത്ര വലുതാകുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. യേശുക്രിസ്തു തൻ്റെ ശരീരം കൊടുത്ത്, ജീവൻ കൊടുത്ത്, രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭ. അങ്ങനെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ, അല്ലെങ്കിൽ സ്നേഹത്താൽ തന്നോട് ചേർക്കപ്പെട്ട സഭയ്ക്ക് എന്തുമാത്രം ബന്ധം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ സമയം ഓർക്കാം. 3-ാമത്തെ വായനാഭാഗം, അപ്പോസ്തല പ്രവൃത്തികൾ 16-17 അധ്യായങ്ങൾ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് തിമത്യോസ് എന്നൊരു ശിഷ്യനെക്കുറിച്ച് വായിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ. ആ അമ്മ യഹൂദ സ്ത്രീ ആയിരുന്നെങ്കിലും അപ്പൻ യവനനായിരുന്നു. അവിടെ വലിയ സാക്ഷ്യം കൊണ്ടുവരുവാനായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അവൻ തന്നോട് കൂടെ പോകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ല സാക്ഷ്യമുള്ളവൻ ദൈവവേലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളത് ശരിയാണല്ലോ.
അപ്പോൾ അവൻ്റെ പ്രവൃത്തി കാരണം അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു ആ കാലത്ത്. അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫുഗ്ഗയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. അപ്പോൾ വീണ്ടും അടുത്ത യാത്ര തുടങ്ങിയെന്നാണ് നമുക്ക് കണക്കാക്കുന്നത്. ദർബയിലും ഇസ്രയേലും ചെന്നു, ഇവിടെ ശീലാസനെയും കൂട്ടി രണ്ടാമത്തെ യാത്ര, രണ്ടാമത്തെ മിഷണറി യാത്ര എന്ന് പറയപ്പെടുന്ന യാത്രയാണിത്. അപ്പോൾ ബിഥുനിയയ്ക്ക് പോയപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. പിന്നെ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. അപ്പം അങ്ങനെ കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി. അപ്പം ഞങ്ങൾ എന്ന വാക്ക് ഈ അധ്യായത്തിൽ പല സ്ഥലത്തുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എഴുതിയ ആളും ഈ പുസ്തകം എഴുതിയ ആളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പുസ്തകം എഴുതിയ ലൂക്കോസാണ്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നല്ലൊരു പങ്കിലും ലൂക്കോസിൻ്റെ പേര് കാണാൻ പാടായിരിക്കും. പക്ഷേ ഞങ്ങൾ എന്ന് പറയുന്നിടത്ത് ലൂക്കോസ് കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ഫിലിപ്പിയിലേക്ക് ചെന്നു. ഇത് മക്കദോന്യക്കാരുടെ ഒരു പട്ടണമായിരുന്നു. അവിടെ കുറച്ച് ദിവസം താമസിച്ചു. അവിടെ ഒരു പ്രാർത്ഥനാ ഗോപുരം സ്ഥലമുണ്ടായിരുന്നു. ലുദിയ എന്ന പേരുള്ള സ്ത്രീ, ഒരു രക്താംബരം വിൽക്കുന്ന ഒരു സമ്പത്തൊക്കെയുള്ള പണമൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. അവൾ ദൈവഭക്തരായ സ്ത്രീ അത് കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റു. അവർ കുറച്ച് ദിവസം അവരുടെ പാർക്കണമെന്ന് നിർബന്ധിച്ച് അങ്ങനെ അവരോട് പാർത്തു. അപ്പോൾ അവിടെ വെച്ച് വെളിച്ചപ്പാടത്തി പ്രാർത്ഥനാ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നുണ്ട്. അവളാണെങ്കിൽ ഇവരുടെ പുറകെ നടന്ന് പൗലോസിൻ്റെ പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസ് മുഷിച്ച് തിരിഞ്ഞ് അവളെ നോക്കിയിട്ട് പറഞ്ഞു, അവളുടെ ലോകത്തോട് പറഞ്ഞു, നീ വിട്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടുപോകാൻ പറഞ്ഞ് അവൾ നോർമലായി, അസുഖം മാറി, സൗഖ്യമായി. അപ്പോൾ ഇത് അവരുടെ ഈ സ്ത്രീ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിരുന്നു. ഇവളിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ആളുകൾ പറയുന്നതനുസരിച്ച് പണവും സാധനങ്ങൾ മേടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൗലോസിനെ ശീലാസിനെ പിടിച്ച് അന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി. അപ്പം അവിടെ ഒരു വലിയ പുരുഷാരം അവരുടെ നേരെ ഇളകി. അവർ വസ്ത്രം പരിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടുപ്പിപ്പാൻ കൽപ്പിച്ചു. വളരെ അടുപ്പിച്ച ശേഷം അടവിലാക്കി കാരാഗ്രഹപരമായി സൂക്ഷിപ്പാൻ പറഞ്ഞു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി കാരാഗ്രഹത്തിൻ്റെ വാതിലൊക്കെ തുറന്ന് എല്ലാവരും ചങ്ങല അഴിഞ്ഞ് വീഴുകയും കാരാഗ്രഹപ്രാണി ഉണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ, അയ്യോ ഇനി ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, രാജാവ് എന്നെ കൊല്ലും, പിന്നെ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ചു. അപ്പം പൗലോസ് ചോദിച്ചു, നിനക്കൊരു ദോഷം ചെയ്തത്, ഞങ്ങൾ ആരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് മേലിൽ ഭയമായി. യജമാനന്മാർ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച് നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അപ്പം വളരെ താമസിയാതെ തന്നെ അയാളും ഈ പറഞ്ഞ ശതാധിപനല്ലേ കാരാഗ്രഹപ്രമാണിയും അയാളുടെ കുടുംബമൊക്കെ സ്നാനമേറ്റു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം അവർ സന്തോഷിച്ചു. പിന്നെ നേരം വെളുത്തപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അവർ പറഞ്ഞു, പിന്നെ റോമ പൗരന്മാരെ നിങ്ങൾ വിചാരണ കൂടെ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റോമ പൗരന്മാരാണെന്ന് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആകെ ഭയമായി. അവർ പറഞ്ഞ് വളരെ കാല് പിടിച്ച് ഒരു പരുവത്തിന് അവരങ്ങ് കൊണ്ടുപോയി. 17-ാം അധ്യായത്തിൽ അംഫിപ്പോലിസിലും അപ്പന്നോനിയും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. ഇപ്പോൾ തെസലോനിക്ക സഭയെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് തെസലോനിക്കർക്ക് ലേഖനം 1, 2 മറ്റ് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ തെസലോനിക്കയിലെത്തിനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നുണ്ട്. അവരോട് 3 ദിവസം 3 ശബത്തുകൾ, ഇപ്പോൾ 3 ആഴ്ച തിരുവഴുത്തുകൾ ആധാരമാക്കി 3 ശബത്ത് എന്ന് പറയുമ്പം 3 ആഴ്ച വേണം, പൂർണ്ണമായും 3 ആഴ്ച വേണമെന്നില്ല, 2 ആഴ്ച ആയാലും 3 ശബത്താവും. തിരുവഴുത്തുകൾ ആധാരമാക്കി അവരോട് സാധിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഒരുപാട് പേര് സ്ത്രീകൾ, മാന്യരായ സ്ത്രീകളൊക്കെ വിശ്വസിച്ചു. പൗലോസിനും ശീലാസിനോടും ചേർന്നു. യഹൂദന്മാർ ഇവിടെയും പ്രശ്നമുണ്ടാക്കി. അവർ പുരുഷാരത്തെ ഇളക്കി ഇവരിവിടെയും വന്ന് അവിടെ നേരത്തെ ഉള്ള സ്ഥലത്ത് ദോഷമുണ്ടാക്കിയവരെ അവരിവിടെയും വന്നിരിക്കുകയാണ്. ഇവിടെയും അവരൊക്കെ യേശു എന്ന് മറ്റൊരു രാജാവ് എന്ന് പറയുന്നുണ്ട്. കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി യേശുവാണ് രാജാവെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടായി.
സഹോദരന്മാരിത് മനസ്സിലാക്കിയിട്ട് അവർ രാത്രി തന്നെ പൗലോസിനെയും ശീലാസിനെയും രാത്രി തന്നെ ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. ബെരോവയിലെത്തിയപ്പോൾ അവർ യഹൂദന്മാർ പള്ളിയിലൊക്കെ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു കാരണം തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായി എന്ന് പറയുന്നത് അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു വന്നു. ഇത് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് യേശുവിനെ ഉയർത്തുന്ന ബൈബിൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കേൾക്കുന്ന കാര്യം, അറിയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമാണോ, അത് യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളതാണോ, ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണോ, ബൈബിളിലുള്ളതാണോ എന്ന് അന്വേഷിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ തിരുവഴുത്തുകൾ അവരുടെയിലുള്ള ന്യായപ്രമാണ പുസ്തകം, പ്രവാചക പുസ്തകങ്ങളും അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകങ്ങളും ഒക്കെ പരിശോധിച്ചത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചിട്ടാണ് ഇവരത് വിശ്വസിച്ചത്. അവരിൽ മാന്യരായവരും സ്ത്രീകളിലും പുരുഷന്മാരും അനേകം പേരും അത് വിശ്വസിച്ചു. അങ്ങനെ പിന്നെ കാണുന്നത് അവർ അഥേനയോളം കൊണ്ടുപോയി ശീലാസും തിമത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. അപ്പോൾ അഥേന വരെ അവരെ കൊണ്ടുവന്നാക്കി. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ അപ്പോൾ അവരെ വേറെ വഴിക്ക് വിട്ടു. ശീലാസിനെയും തിമത്തിയോസിനെയും അഥേനയിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ട്. അവിടെ ബിംബങ്ങളെല്ലാം നിറഞ്ഞ് അങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്നൊരു അവസ്ഥ കണ്ടു. ബിംബങ്ങളാണ്, ഭയങ്കരമായ ബിംബങ്ങൾ, ഒരുപാട് ബിംബങ്ങൾ ആരാധിക്കുന്നത്, പലതരം ബിംബങ്ങൾ. ഒരു മനുഷ്യൻ തന്നെ ഒരുപാട് ബിംബങ്ങളെ ആരാധിക്കുന്ന അത് കണ്ടു. അത് അഥേന എന്ന് പറഞ്ഞാൽ ഏതൻസ് എന്ന് പറയുന്ന അഥേനയാണത്. അവർ ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് ഏതൻസ്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് ഏതൻസ്. ആ അഥേന എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏതൻസിൻ്റെ ചുരുക്കമായ സ്ഥലമായിരിക്കത്തില്ല. ആ ഒരു ദേശം മുഴുവനും അഥേന എന്നായിരിക്കാം പറയുന്നത്, അറിയില്ല. എന്തായാലും ആ ലൊക്കേഷൻ അതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ ചൂട് പിടിച്ചിട്ട് അവരോടൊക്കെയും ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊന്ന് കൂടി അവർ അവിടെ വാദിക്കുകയൊക്കെ ചെയ്തു. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇവൻ ദേവതകളെ ഘോഷിക്കണമെന്ന് തോന്നുന്നുവെന്ന് മറ്റു ചിലരൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു അവസരം ഉണ്ടായി. അവർ അരയോപക മധ്യേ നിന്നുകൊണ്ട്, അരയോപക സ്ഥാനം എന്നാണ് അവിടെ അതിനെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. അപ്പോൾ ഇവിടെ വളരെ തന്മയത്വമായി ബുദ്ധിപൂർവ്വം പറയുന്നൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾ അറിയാതെ, അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് അറിയാതെ പൂജിക്കുന്നതിനെയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പൂജിക്കുന്നതെന്ന് സമർത്ഥിച്ചാണ് അവിടെ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്ക് നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കഴിവുള്ളവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും അരിയോ എണ്ണയോ മറ്റു സാധനങ്ങളോ സ്വർണമോ ഒന്നും ആവശ്യവും പണമൊന്നും ആവശ്യമില്ല. ഭൂതലങ്ങളിലൊന്നും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന്, അവിടെ പറയുന്നത് ആദമിൽ നിന്നുള്ളതാണ്, ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉണ്ടാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടുപത്തുമോ എന്ന് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല, നിങ്ങൾക്കും എനിക്കും അകന്നിരിക്കുന്നവനല്ല. ഈ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ അജ്ഞാത ദേവൻ എന്ന് പറയുന്ന ഈ ദൈവം, നിങ്ങൾ അജ്ഞാതൻ എന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്കും മറഞ്ഞിരിക്കുന്നവനല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ രക്ഷിപ്പാൻ, നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും കിട്ടി. അപ്പം മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് കേട്ടപ്പോൾ അവർ കളിയാക്കിയൊക്കെ വിട്ടു. എന്നാൽ അതിൻ്റെ പ്രസംഗം പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞു വിട്ടു. അവിടെ കെട്ടിയിടലോ തല്ലു കൊടുക്കലോ ഒന്നും ഉണ്ടായില്ല. പൗലോസ് അവിടെ നടുവിൽ നിന്ന് പോയി. എന്നാൽ ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപകസ്ഥാനിയായ ദിയോന്യോന്യോസും, അപ്പോൾ ഈ അരയോപ സ്ഥാനത്തിൻ്റെ സ്ഥാനിയായ ദിയോന്യോസും
ദമരീസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അവിടെ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വേലയും സംബന്ധിച്ച് പുറപ്പെട്ടാൽ അത് റിസൾട്ട് ഉണ്ടാകും. കാരണം അതിൻ്റെ നാഥൻ ദൈവമാണ്. പുറപ്പെടുവാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാനുള്ള ആളുകളെയും കൂട്ടുന്ന ജോലി അത് ദൈവം എൻ്റെ ഭംഗിയായി കൃത്യമായി ചെയ്യും എന്നുള്ളതിന് ഒരു വലിയ തെളിവാണിത്. പക്ഷേ അത് അന്നത്തെ ആദ്യ നൂറ്റാണ്ടാണ്. യേശുക്രിസ്തുവിന് മരണം കഴിഞ്ഞുള്ള അടുത്ത കാലങ്ങളാണ്. ഇവരിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. കാലഘട്ടത്തിനും അന്നത്തെ സാഹചര്യങ്ങൾക്കൊക്കെ ഇന്നത്തെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. ലോകം ഇന്നത്തെ ഒരു അവസ്ഥയിലല്ല, ടെക്നോളജിക്കലി ഒന്നും ഇത്രയും ഉന്നതമല്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസം അന്നത്തെക്കാലം ഇന്നത്തെക്കാലവും തമ്മിലുണ്ട്. പക്ഷേ ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, സത്യത്തിനൊന്നും മാറ്റമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പുറപ്പെടുവാനുള്ള ആളുകൾ ഉണ്ടാകുകയാണ് ആവശ്യം. ഞാനായാലും താങ്കളായാലും മറ്റാരെങ്കിലും ആയാലും സത്യം സുവിശേഷിക്കാൻ പറ്റുന്ന ആളുകൾ പുറപ്പെടുക എന്നുള്ളത് ആണ് ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത്. ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടവും എനിക്ക് ശിഷ്യരാക്കിക്കൊള്ളും, ലോകത്തെല്ലാവരും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ അതെന്ന് തീരും. എല്ലാവരെയും ആക്കണമെങ്കിൽ തലമുറയായിട്ട് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. താങ്ക് യു. ഒരു ദിവസം കൂടി നമുക്ക് ദൈവം തന്നു. ഈ ഒരു ദിവസം ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ദിവസമായിരിക്കട്ടെ. അത് ദൈവവചനത്തിലൂടെ തന്നെ സംഭവിക്കട്ടെ. നാളെ നമുക്ക് പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മളെ കാത്തുസൂക്ഷിക്കട്ടെ. നന്ദി.